ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ അവർ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അനിയത്തിക്കുട്ടിയുടെ പിറന്നാളും അമ്മയുടെയും അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു ഗായ്സ്. ഈ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ രാവിലെ എടിച്ചു വന്ന് നോക്കുമ്പോഴേക്കും അമ്മ സദ്യക്കുള്ള പകുതി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എണിച്ചപ്പോൾ അവിയലും പായസമൊക്കെ ആയിരുന്നു അമ്മ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഭവങ്ങളൊക്കെ അമ്മ അതിരാവിലെ എണീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വിറകടുപ്പിലാണ് എല്ലാം വെക്കുന്നത്. ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് എല്ലാം വിറകടുപ്പിൽ തന്നെയാണ് വെച്ചത്. അതിനൊരു പ്രത്യേക രുചിയാണ് ഗൈസ് പായസത്തിനൊക്കെ. അതിനുശേഷം ഞങ്ങൾ മിഠായി വിതരണത്തിന് അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോകുന്ന വഴിയിൽ ഉണ്ണി എനിക്കൊരു മിഠായി തന്നു. ഉണ്ണിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കേക്ക് മുറിക്കുമ്പോഴാണ് കൊടുക്കുന്നത് ഗായ്സ്. പിന്നെ ഞങ്ങൾ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ പോയി മിഠായി കൊടുത്തു. ഇവിടെ കുറച്ചധികം വീടുകളുണ്ട് ഗായ്സ്. എല്ലാവരും വിഷസ് അറിയിച്ചിരുന്നു. പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒരു നായ ഓടിച്ചിരുന്നു ഗായ്സ്. അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഗായ്സ്. ഞങ്ങൾ കേക്ക് വാങ്ങാനായിട്ടും നയന ചേച്ചിയെ കൂട്ടാനായിട്ടും ടൗണിലേക്ക് പോവുകയാണ് ഗായ്സ്. പോകുമ്പോൾ പൂമരം പൂത്തു നിൽക്കുന്നു ഗായ്സ്. വണ്ടിയൊക്കെ താഴെ വീണതിൽ കയറിയിരിക്കുന്നു. ഞങ്ങളിത് കയ്യിൽ ഒട്ടിച്ച് പ്രേതനഖത്തെ പോലെ പേടിപ്പിച്ച് കളിക്കാറുണ്ട്. തിരിച്ച് ഞങ്ങൾ ഓട്ടോ വിളിച്ച് നയന ചേച്ചിയും കേക്കുമായി വീട്ടിലെത്തി ഗായ്സ്. അപ്പോഴേക്കും അച്ഛൻ വീഡിയോ കോൾ വിളിച്ചു. ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെയാണ്. ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വീഡിയോ കോൾ വിളിച്ചിട്ടാണ് കേക്ക് മുറിച്ചത്. ഹാപ്പി ബർത്ത്ഡേ സച്ചുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ സച്ചുക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. വിഷ് ചെയ്ത് കേക്ക് മുറിച്ച് അവൾ എനിക്കും അച്ഛനും അവൾക്കും ഒക്കെ കൊടുത്തു. പിന്നെ അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും നയന ചേച്ചിക്കും എല്ലാവർക്കും കൊടുത്തു ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ സർപ്രൈസ് ഉണ്ടെന്ന്, അത് ഞാൻ അവൾക്ക് ഇപ്പോഴാണ് കൊടുക്കുന്നത് ഗായ്സ്. മാലയും ഒരു കമ്മലും ഡയറി മിൽക്കുമാണ് ഞാൻ കൊടുത്തത്. നയന ചേച്ചിയും അവൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ ഈ വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് സദ്യ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.